നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതൊരു ബ്ലാങ്ക് ചെക്ക. ഇത് നീ ഭാവനയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ത്യാഗത്തിനുള്ള പ്രതിഫലം. ഇതിൽ നിനക്കാവശ്യമുള്ള തുക എഴുതിയെടുക്കാന്നും ജയനിർമ്മല പറഞ്ഞിട്ടുണ്ട്. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്ന? എനിക്കുള്ള പ്രതിഫലമാണെന്നോ? അതെ. അമ്മേ, അമ്മ എന്തിനാ ഈ ചെക്ക് മേടിക്കാൻ പോയത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ജയനിർമ്മല പറഞ്ഞ എന്താന്നറിയോ? അവളുടെ കുടുംബത്തിനൊരു അവകാശി വേണം, പക്ഷേ അതാരുടെയും ഔദാര്യത്തിൽ വേണ്ടെന്ന്. അവൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാനും വിട്ടുകൊടുത്തില്ല. ഒന്നും രണ്ടും പറഞ്ഞ് സംസാരമായി. അവസാനം അവൾ ഈ ചെക്കെടുത്ത് എന്റെ മുമ്പിൽ ഇട്ടിട്ട് അങ്ങ് പോയി. അത് ശരി. അപ്പൊ ഞാൻ ഭാവനേച്ചിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് കൂലിക്കാണല്ലേ? എന്നാൽ അതെനിക്കൊന്ന് അറിയണമല്ലോ. നീ അവരോടൊന്നും സംസാരിക്കാൻ പോണ്ട. എന്നാലും നിനക്ക് അവര് ഒരു വിലയും കൽപ്പിച്ചില്ല. പിന്നെ നീയും അങ്ങനെ കണ്ടാ പോരെ? അങ്ങനെ ഇത് നിസ്സാരായി കാണാൻ പറ്റുന്ന കാര്യമല്ലമ്മേ ആ ആന്റി ചെയ്തിരിക്കുന്നെ. ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം. ഞാൻ അബിയോടൊന്ന് വിളിച്ചു പറയട്ടെ. അയ്യോ വേണ്ട ഭാമേ, ഇപ്പൊ അബിയെ വിളിക്കണ്ട. മാത്രമല്ല അവിടെ ആകെ പ്രശ്നമാ. വെറുതെ ഇനി ഓരോന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് വിഷമിപ്പിച്ച അവിടെ ഇനിയും കുളമാവും. മാത്രമല്ല ഇതിപ്പോ ഞാനും നീയും കൂടി എടുത്ത തീരുമാനമാ, അല്ലാതെ അബി എടുത്ത തീരുമാനമല്ല. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ തന്നെ പറ. എന്തായാലും അബി വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പറ്റില്ലമ്മേ, ഇതേ കൈയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട കേസാ. ഞാൻ അവർക്ക് അന്യായിരിക്കാം, പക്ഷെ ഭാവനേച്ചിയുടെ സഹോദരിയാ ഞാൻ. എനിക്ക് അവരെ എത്ര വിലയിട്ടിരിക്കുന്നെന്ന് ഇന്ന് എനിക്കൊന്ന് അറിയണം. അപ്പോ ഞാൻ പറഞ്ഞാ നീ കേക്കില്ലല്ലേ? ഇല്ലമ്മേ, ഈ കാര്യത്തില് ഇപ്പൊ തന്നെ മറുപടി കിട്ടണം. അല്ല അതിനിപ്പോ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാനും അമ്മയും കൂടി ഇപ്പൊ തന്നെ അവിടേക്ക് പോകുന്നു. ഈശ്വര, ചതിച്ചോ? ഞാനാ കാശ് ചോദിച്ചു വാങ്ങിയെന്ന് ഇവൾ അറിയില്ലേ? അയ്യോ. എന്താമ്മേ, അമ്മ എന്നോടൊപ്പം വരില്ലേ? മോളെ, നീ എടുത്തു ചാടാതെ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. എനിക്കിനി ആലോചിക്കാനൊന്നുമില്ലമ്മേ. അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. ആ ചെക്കിങ് താ അമ്മേ. ഇന്നത്തോടെ ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. അല്ല ഭാമേ, ഭാമേ ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഇക്കാര്യത്തിൽ മറ്റൊന്നും എനിക്ക് പറയാനില്ല. പോകുന്ന വഴിക്ക് ഞാൻ അമ്മയോട് ഇക്കാര്യം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അമ്മ മോളെ ഒന്ന് നോക്കിക്കോ. അല്ല ഭാമേ, ഭാമേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മോളെ നിക്കവിടെ. അമ്മേ, എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നേ? എന്താ ഇനി നീയും കൂടെ എന്നെ ചോദ്യം ചെയ്യാൻ പോണോ? ഞാനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടാ ചോദിക്കുന്നേ. അമ്മ ഈ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അമ്മേ? ഭാമേച്ചി കാശിന് വേണ്ടിയാണോ ഭാവനേച്ചിയെ സഹായിക്കാൻ പോകുന്നത്? അതെന്താ, കുറച്ച് കാശ് കിട്ടിയാ പുളിക്കുവോ? വെറുതെ ഒന്നും അല്ലല്ലോ, ഒരു സഹായം ചെയ്തിട്ടല്ലേ. അമ്മയ്ക്ക് നാണമില്ല അമ്മേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എന്താടി നീ എന്നെ ചോദ്യം ചെയ്യണോ? അല്ലെങ്കിൽ ഞാനെന്ത് ചോദിച്ചാലോ അത് ചോദ്യം ചെയ്യലാണല്ലോ. ഇനി എന്നാണമ്മേ അമ്മയ്ക്ക് ഈ കാശിനോടുള്ള ആർത്തി തീരുന്നത്? എനിക്കറിയാം അനിമാമനാണ് അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതെന്ന്. ഇനി നീ ഏട്ടനെ കൂടി കുറ്റപ്പെടുത്തിക്കോ. ഞാൻ ഇവിടെയെല്ലാം കാണുന്നുണ്ട് അമ്മേ. ഇപ്പൊ വീണ്ടും അനിമാമൻ ഇവിടെ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. ഭാവനേച്ചി ഇതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഭാമേച്ചിയെ ഈ വീട്ടിലേക്ക് അയക്കില്ല. ഇവിടെ ആരെങ്കിലും അയക്കാൻ പറഞ്ഞോ? അവളെ വിടാതെ വീട്ടിൽ തന്നെ നിർത്തിയാ മതിയായിരുന്നല്ലോ. അമ്മേ, അമ്മ ഈ ചെയ്യുന്നൊന്നും ആരും അംഗീകരിക്കാത്ത കാര്യങ്ങളാ. ജയനിർമ്മലാന്റിയുടെ കയ്യിൽ നിന്നും അമ്മ ഈ ചെക്ക് വാങ്ങിയ കാര്യം അഭിയേട്ടനോ അച്ഛനോ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? മിക്കവാറും ഇന്ന് തന്നെ അഭിയേട്ടൻ ഈ വിവരം അറിയും. അതെ, നീയായിട്ട് അവരെ വിളിച്ച് പറയാതിരുന്നാ മതി, അല്ലാതെ ഭാമ പറയാനൊന്നും പോകുന്നില്ല. അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, അഭിയേട്ടനെ ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഒരു മോളുണ്ടായിട്ടും ഭാമേച്ചി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ പോകുന്നത് ഭാവനേച്ചിയോടുള്ള സ്നേഹവും കടപ്പാടും കൊണ്ടാ.
ഈ ഞാനും ഭാമേച്ചിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നന്നായിട്ട് നോക്കിയതാ. പക്ഷേ ഭാമേച്ചിയുടെ മനസ്സിലെ നന്മ കണ്ടിട്ട് ഞാൻ പിന്നീടൊന്നും പറയാത്തത്. നീ അവളുടെ നന്മയെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട. ഭരത്തിന്റെ ചേച്ചി ആയതുകൊണ്ടല്ലേ നീ അവളെ ന്യായീകരിക്കുന്നത്. അല്ലെങ്കിൽ അവസാനം അമ്മ എന്നെയല്ലേ കുറ്റപ്പെടുത്താൻ നോക്കൂ. എന്റെ അമ്മേ, ഇതൊക്കെ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ അത് വില പറയാൻ പോകുന്നതേ ചീപ്പാ. ആ, അതൊരിക്കലും അമ്മയ്ക്ക് ചേർന്ന പണിയല്ല. ഞാൻ ഭാമയ്ക്ക് വില പറയുന്നത് നീ കണ്ടോ? അതെ, ജയനിർമ്മല എനിക്ക് ഇങ്ങോട്ട് തന്ന ചെക്ക. എന്റെ അമ്മ എനിക്കറിയില്ലേ. ഇനി അങ്ങനെ പറഞ്ഞ മതിയല്ലോ. അമ്മ നോക്കിക്കോ, ഇനി ഈ ചെക്കിന്റെ പേരിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന്. മിക്കവാറും ഭാമേച്ചി ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറും. പിന്മാറിയ എനിക്കെന്താ? ആ, ഒരു കണക്കിന് നല്ലതെന്നേ ഞാൻ പറയൂ. എന്റെ കഷ്ടകാലത്തിനാ ഞാൻ ഭാമയെ ഇക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തത്. അക്കാര്യത്തിലും എനിക്ക് നല്ല സംശയമുണ്ടമ്മേ. ഭാവനീച്ചയോട് ഇത്രയും ശത്രുതയുള്ള അമ്മ എന്തിനാ ഭാമേച്ചിയെ സപ്പോർട്ട് ചെയ്തെന്ന് എനിക്ക് മാത്രല്ല അമ്മേ, അച്ഛന് നല്ല സംശയമുണ്ട്. ചേടാ, ഒരു നല്ല കാര്യത്തിന് സമ്മതം മൂളിയതും കുഴപ്പമായോ? ദേ അരുന്ധതി, ഞാൻ നിന്റെ അമ്മയാ. വെറുതെ നീ ദൈവകോപം വരുത്തി വെക്കരുത്. ഇനി അമ്മ ദൈവത്തിനെ കൂട്ടുപിടിച്ചോ. അമ്മ ചെയ്യാനുള്ളത് ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. ഒന്നും കാണാതെ അമ്മ മറ്റൊന്നും പ്ലാൻ ചെയ്യില്ലെന്ന് മറ്റാരെക്കാളെ എനിക്ക് നന്നായിട്ട് അറിയാം. ആണോ? എന്താലേ നീ എന്താന്ന് വെച്ചാ ചെയ്യ്. അല്ലെങ്കിലും നിനക്ക് നിന്റെ അച്ഛനും ഒക്കെ എന്നെ കുറ്റപ്പെടുത്താനും ചെളിവാരി എറിയാനും അല്ലേ നേരമുള്ളൂ. ഓ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. നീയേ എന്താണെന്ന് വെച്ചാ പോയി ചെയ്യ്. ആ, പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് പോവാ. കുഞ്ഞിനെ ഒന്ന് നോക്കണം. എന്തിനാ ഉടനെ വരാൻ പറഞ്ഞേ? ഏട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ജയനിർമ്മലയെ വിളിച്ചിട്ട് പോയി കണ്ടു. എന്നിട്ട് ബുദ്ധിപൂർവം തന്നെ ഞാൻ ജയനിർമ്മലയോട് സംസാരിച്ച് ഭാമയ്ക്ക് പ്രതിഫലം കൊടുക്കണമെന്ന് പറഞ്ഞു. ഭാമയ്ക്ക് കൊടുക്കണമെന്ന് പറയാൻ പോയത് എന്തിനാ? നീ ചോദിച്ച പോരായിരുന്നോ? ഭാമയ്ക്ക് വേണ്ടി ചോദിക്കുമ്പോ എതിരൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏട്ടാ. എന്നിട്ട് എന്തായി? റോങ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലേട്ടാ, ജയനിർമ്മലയോട് ഞാൻ ഏട്ടൻ പറഞ്ഞതുപോലെ 1 കോടി രൂപ തന്നെ ചോദിച്ചു.